ഫ്രണ്ട് ഇനി 24 മിനിറ്റ് ചവിട്ടിക്കുഴങ്ങും. പക്ഷെ എക്സസൈസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് എന്തായാലും കേട്ടുകൊണ്ട് പോവാം. നമുക്ക് നേരെ പ്ലേ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് പോയില്ലെങ്കിൽ ആഡ് വരില്ല. ഇത് യൂട്യൂബിലേക്ക് പോയോ? ചിലപ്പോൾ ആഡ് വരില്ല. ഞാൻ വെറുതെ ആഡ് കൊടുക്കണ്ടല്ലോ. ഒരാൾ വിചാരിക്കും അവരോട് കൂടുതൽ സ്നേഹം, മറ്റേ ആൾ വിചാരിക്കും അവരോട് അസ്നേഹം കൂടുതൽ. എല്ലാവരുമായിട്ടും അടുക്കുക. ഞാൻ വീടിനകത്ത് തന്നെ ഇത് ജീവിച്ച ആളാണ്. ടൊമാറ്റോടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കാണുന്നത്. വെളുപ്പിന് 4 മണിക്കൊക്കെ വന്നാൽ രാത്രിത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ നല്ല സുഖമായിരിക്കും. ഞാനൊരു 26 വയസ്സ് വരെ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഡാഡി. എന്ത് വേണമെങ്കിലും പറയാം. ഒത്തിരി കെയറിങ് ആയിരുന്നു. ഇപ്പൊ ഡാഡിയുടെ അപ്പുറം ഇപ്പുറം ഞാനും സാജിയായിരിക്കുന്നത്. ആഹാരം ഉരുട്ടി വായിക്കകത്ത് വെച്ച് തരാം. ഒത്തിരി അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഞാനും സോമേട്ടിനെ ഒരുമിച്ച് അവിടെ താമസിക്കുന്ന സമയത്ത് കമലഹാസം വരുന്ന പറയുമ്പോഴേ സോമേട്ട് തന്നെ അവിടെ വായിച്ച് ചെയ്യും. പുള്ളിക്കാരൻ വരുമ്പോൾ അവരൊരുമിച്ച് താമസിക്കുള്ളൂ മുറിയിൽ. അപ്പൊ എനിക്ക് ദേഷ്യമാണ്. എന്റെ അടുത്ത് വന്നിട്ടാണ് വയ്യാതായി. അപ്പൊ ഞാനും കൂടെ എനിക്ക് പോരുമായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചുകൊണ്ട് വന്ന പോലെ ആയി. പിന്നെ വീട്ടിലോട്ട് വന്നിട്ടില്ല. 1 മാസം കറക്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഒരാൾ നമ്മുടെ കൂടെ വിറ്റ് പിരിയുമ്പോഴും പറയാനുള്ള എല്ലാം നല്ല വാക്ക്, നല്ല ഓർമ്മകൾ. എനിക്ക് ആരെയും ആശ്രയിച്ച് ജീവിക്കണ്ട. എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം. കൊച്ചു കമ്പനിയാണ്. ദിവസവും പണിയുണ്ട്. പിന്നെ സാമ്പാർ പൊടി, അച്ചാർ പൊടി, രസപ്പൊടി, അങ്ങനെ പോകുന്നത്. ഓരോ ദിവസം ഓരോ പായസം. ഇപ്പം 16 ടൈപ്പ് പായസമുണ്ട്. ഇത് അനശ്വരനൊരു MP സോമൻ സാറിന് തിരുവല്ലയിലെ പുതുമൂല കുറിച്ചുള്ള വീടാണ്. അദ്ദേഹം ജനിച്ചത് വളർന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് ഇന്നലകളുടെ ഇന്നത്തെ അധ്യായം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. MP സോമൻ സാറിന്റെ മകനും ആക്ടറുമായിട്ടുള്ള സജി സോമൻ ആണ് വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്നെ നോക്കിയത്. സന്തോഷപ്പെട്ടു. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് സോമൻ സാറിന്റെ ഓർമ്മകൾ, വിശേഷങ്ങൾ. ആദ്യം സജീയുടെ സിനിമ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയ പേരാണ്. ഞാനൊരു 15 വർഷം കഴിയുമ്പോൾ ഒരു പടം ചെയ്ത് രഞ്ജപ്രഭു കഴിഞ്ഞു. അടുത്തൊരു നടനും ഈ പ്രശ്നത്തിലാണെങ്കിൽ മറ്റേ അതിൽ ദിനേഷ് ബോധനാണ് ഹീറോ. കംപ്ലീറ്റ് ആയി. എന്താണ് ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം? അത് 2 ഫാമിലിയും തോട്ടം ബേസ്ഡ് ഒരു കഥയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2005 വരെ പിന്നൊന്ന് യാത്ര പോയി. പോയി ഞാൻ അബദ്ധത്തിലായിരുന്നു. ഇപ്പം പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ നാട്ടിലെത്തി കുറച്ച് നാൾ കൂടി അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് വന്നത്. അപ്പൊ തുടർച്ചയായിട്ട് ഇവിടുത്തെ സിനിമകളൊക്കെ ആയിട്ടുണ്ടാവുന്നത് പ്രതീക്ഷിക്കാം. ശരിക്കും സോമൻ സാറ് ജനിച്ചത് തറവാട് വീട് ഇവിടെയൊക്കെ തന്നെയാണ്. റിനോവേറ്റ് ചെയ്തതാണ് അല്ലേ? ഇപ്പൊ വീട്ടിലാരൊക്കെയാണ് ഇവിടെ? ഇപ്പൊ അമ്മയുണ്ട്, വൈഫുണ്ട്, മോളിപ്പോൾ എറണാകുളത്താണ്, മോൾ ബാംഗ്ലൂർ. എൻ്റെ മക്കളെന്താ ചെയ്യുന്നത്? മോനിപ്പോൾ വോൾവോയിലാണ്, മോള് സേവരം. പിന്നെ ഒരു സിസ്റ്ററുണ്ട്. മോളുടെ മൂത്തവളുടെ കല്യാണം കഴിച്ചു. അതേപോലെ ഇപ്പോൾ കാനഡയിലാണ്. ഹലോ. വലൈസ്ലാം. ഓൾ റൈറ്റ്. നല്ല ഓക്കെ.
ആ ഹാ ഹാ എപ്പോഴാണ് വന്നത് കോള്? ഇട്ടതായിരിക്കും ചിലപ്പോൾ, അറിയില്ല. ഞാനത് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ അതെ ആ ആ അതെ 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 കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്താൽ ആൾക്കാർക്ക് കൂടുതൽ എളുപ്പമാണ്. അവർക്ക് ആവശ്യക്കാർക്ക് വിളിക്കുമല്ലോ. ആ ആ ഹാ ഹാ അതെ കറക്റ്റ്. അപ്പോൾ അതായിരിക്കും മിക്കവാറും. ഓൾറൈറ്റ് അത് നോക്കാം. അതെ ഓക്കെടാ ശരി. അല്ല അത് റെഡി ആവട്ടെ. ഞാൻ വാട്സപ്പിലിട്ടാണ്. ഞാൻ എപ്പോഴും കൊടുക്കുമ്പോൾ എല്ലാം പ്രിസൈസായിട്ട് കൊടുക്കും. കാരണം പിന്നീട് അവർ ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിലേ. മറ്റേതിങ്ങനെ എൻക്വയറി ചെയ്തിട്ട് നമ്മളെ ടൈമും വേസ്റ്റ് ആവണ്ടല്ലോ. ആ ഓക്കെ. അല്ലല്ല ഞാൻ വാട്സപ്പിലിട്ടെ. ആ ഓക്കെടാ ശരി. ഓക്കെടാ ഇൻഷാ അല്ലാ റെഡി ആവട്ടെ. ഓക്കെ ശരി. ഓക്കെ ആ ക്രോസ് വാക്ക്. എല്ലാവരും കൂടെ ഒത്തുചേരുന്നുണ്ട്. ഈ സമയത്ത് ഒരു എല്ലാവരും ഉണ്ട്. എന്നാ പിന്നെ മൊത്തം കുടുംബത്തോടൊപ്പം ബാക്കി വിശ്വസിക്കും. നമസ്കാരം. ഇതിന്റെ പേര് ബിന്ദു, ചേച്ചി സിന്ധു, അമ്മ സുജാത, സജി, ബിന്ദു, സുജാത, സിന്ധു. സോമൻ സാറ് അദ്ദേഹത്തിന്റെ കരിയർ ടൈമിൽ ഏറ്റവും തിരക്കേറിയ നടനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ക്രോസ് വാക്ക് ഇതൊക്കെയിടയിൽ നാഥൻ, ഭർത്താവ്, അച്ഛൻ എന്ന നിലയിലൊക്കെ എങ്ങനെയാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്? എത്രത്തോളം സാധിച്ചത്? ഞങ്ങൾ ഷൂട്ട് സ്ഥലത്തൊക്കെ പോകുമായിരുന്നു, മിക്കവാറും പോകുമായിരുന്നു, എല്ലാ സ്ഥലത്തും പോകുമായിരുന്നു. ഇവരിങ്ങനെ വലുതായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരെ ബോർഡിങ്ങിലാക്കി. പിന്നെ ഞാൻ തന്നെയായി പോക്ക്. അത് ഞാൻ കമ്പനിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പോക്ക് കുറച്ച് പോകുന്നു. ഈ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്ന സോമൻ സാറിന്റെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ വർഷം പഴക്കമുള്ള വീടാണ്. ഇതൊക്കെ റെനോവേറ്റ് ചെയ്ത് ഈ സൈഡൊക്കെ, അല്ലാതെ കുടുംബം അപ്പനൊക്കെ ആയിട്ട് അതിനകത്ത് വീടായിരുന്നു. അപ്പോൾ അമ്മ അദ്ദേഹത്തിന്റെ പത്നിയായിട്ട് ഇവിടേക്ക് എത്തുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 14 വയസ്സായിരുന്നു.